ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെവൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ കൊച്ചുവേളിയിൽ ഒന്ന് ഇറങ്ങിയിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നത്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകണം, അങ്ങാടിപ്പുറത്തേക്ക് പോകണം. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങാടിപ്പുറത്തേക്ക് പോകാൻ ഏതാ വണ്ടിയല്ലേ? തിരുവനന്തപുരത്ത് നിന്ന് അങ്ങാടിപ്പുറത്തേക്ക് പോകാൻ വണ്ടിയില്ല. പക്ഷേ കൊച്ചുവേളിയിൽ നിന്ന് അങ്ങാടിപ്പുറത്തേക്ക് പോകാൻ രാജറാണി എക്സ്പ്രസ് ഉണ്ട്. നമ്മൾ രാജറാണി എക്സ്പ്രസ്സിനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കൊച്ചുവേളിയിലേക്ക് പോകാൻ ഈ രാജറാണി എക്സ്പ്രസ്സിന് തന്നെ റേക്ക് ഇതിന് മുമ്പായിട്ട് നാഗർകോവിൽ കൊച്ചുവേളി പാസഞ്ചറായിട്ട് വരുന്നിട്ടാണത് കൊച്ചുവേളി രാജറാണി ആവുന്നത്, കൊച്ചുവേളി നിലമ്പൂർ രാജറാണി ആവുന്നത്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് പാസഞ്ചറിൽ കയറി കൊച്ചുവേളി ഇറങ്ങിയിട്ട് അവിടുന്ന് നമുക്ക് രാജറാണിയിൽ യാത്ര തുടരാം. എൻ്റെ പ്ലാൻ ശരിക്കും ജനശതാബ്ദി ആയിരുന്നു, പക്ഷേ ജനശതാബ്ദി ടിക്കറ്റ് കൺഫേം ആയില്ല. ഇത് തന്നെ എൻ്റെ ദൈവസഹായത്തിന് ടിക്കറ്റ് കൺഫേം ആയതാണ്. വെയിറ്റിംഗ് ലിസ്റ്റ് 5 ആയിരുന്നു. അതെങ്ങനെയൊക്കെയോ തട്ടിമുട്ടി കൺഫേം ആയി കിട്ടിയിട്ടുണ്ട്. AC 3 ടയറിലൊരു അപ്പർ ബർത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കെന്നാൽ പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് കൊച്ചുവേളിക്ക് പോകാം. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് ഈ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ. കമാൺ. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. നല്ല അടിപൊളി ക്യൂ ആണ്. പിന്നെ നമുക്ക് UTS വഴി തന്നെ എടുത്തങ്ങ് പോയേക്കാം. UTSൻ്റെ QR കോഡ് ഇവിടെയാണുള്ളത്. ഭയങ്കര സ്ലോ ആയിരുന്നു അത്. മേ ബി അത് വളഞ്ഞു പൊട്ടിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ടായിരിക്കും. എന്തായാലും UTS ആപ്പ് കിടന്ന് കറങ്ങുന്നേ ഉള്ളൂ. വന്നു. ഇവിടെ നമ്മൾ കൊച്ചുവേളിക്കൊരു ടിക്കറ്റ് മേടിക്കണം. KCVയിൽ കൊടുത്തു. ഇത് ഓർഡിനറി ആക്കാൻ മറക്കരുത്. എന്നിട്ട് ബുക്ക് ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് ടിക്കറ്റ് വരും. ഭയങ്കരമായിട്ട് സമയം എടുക്കുന്നുണ്ടല്ലോ ഇത്. ടിക്കറ്റ് വന്നു. നമ്മുടെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ടിക്കറ്റും കൊണ്ട് നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കാം. നമ്മുടെ ട്രെയിൻ 7:40 കഴിയും വരാൻ. പിന്നെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് നമ്മളിതാ പ്ലാറ്റ്ഫോമിലോട്ട് കയറുകയാണ്. നമ്മൾ നേരെ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്കാണ് കയറുന്നത്. നമ്മുടെ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരിക എന്നുള്ളതിനെ പറ്റി പ്രത്യേകിച്ചൊരു ഇൻഫർമേഷൻ ഇല്ല. എന്തായാലും അവിടെയുള്ള ബോർഡിൽ വല്ലതും നോക്കാം. 7:40 മറ്റോ ആണ് നമ്മുടെ ട്രെയിനിൻ്റെ ടൈം. 7:26 ഒന്ന് അവിടെ പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. നമ്മുടെ ട്രെയിനിനെ പറ്റി ഇൻഫർമേഷൻ ഉണ്ട്. 20 മിനിറ്റ് ലേറ്റ് ആണെന്നാണ് പറയുന്നത്. 8:15 വരുള്ളൂ. ഏത് പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിന്ന് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഫുഡ് പ്ലാസ ഉണ്ട്. ഞാൻ പുറത്ത് ആര്യാസിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. ഫുഡ് പ്ലാസയെക്കാട് നല്ല ഫുഡ് എന്തായാലും പുറത്ത് ആര്യാസിൽ കിട്ടുമല്ലോ. പിന്നെ ആര്യാസിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ ഫുഡ് പ്ലാസയിൽ വലിയ കുഴപ്പമില്ലാത്ത ഫുഡാണ്. കുറച്ചൊന്ന് എക്സ്പെൻസീവ് സൈഡാണെന്ന് തോന്നുന്നു. ഇതുവാ കിടക്കുന്ന മെമു കൊല്ലത്തേക്കുള്ള മെമു ആണ്. അതും കൊച്ചുവേളി പോവായിരിക്കും, എനിക്ക് ഉറപ്പില്ല. അങ്ങനെ നമുക്ക് കൊച്ചുവേളിയിലേക്ക് പോകാനുള്ള പാസഞ്ചറിനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു വാപ്പ് 7 പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് കടന്നു വരികയാണ്. റോയപുരത്തിൻ്റെ 3701 വിവേക് എക്സ്പ്രസ്സാണ്. അതായത് കന്യാകുമാരിയിൽ നിന്ന് ദിബ്രുഗഡിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസ്. സാധാരണഗതി നാറ്റം വണ്ടിയാണ്. ഇന്നിപ്പോൾ ട്രിപ്പ് തുടങ്ങിയതേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് വലിയ നാറ്റം ഉണ്ടാവില്ലായിരിക്കും. എന്തായാലും തിരക്കൊന്നും ജനറലോട്ട് ഓടിക്കരുന്നു. സ്ലീപ്പറൊക്കെ കാലിയാണ്, ഇപ്പോൾ കാലിയാണ്. പക്ഷേ ട്രെയിൻ പാലക്കാടൊക്കെ എത്തുമ്പോഴേക്കും വണ്ടി ഫുള്ളാവും, നിറഞ്ഞ് കവിയും. മീൻവൈൽ അല്ലപ്പുഴയുടെ 39363 കയറി വരുന്നു. ഇതും വിവേക് എക്സ്പ്രസ്സാണ്. ഇത് ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ്സാണ്. ഇത് വന്നു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റില്ല. നല്ല സുഗന്ധമായിരിക്കും. hours 30 minutes പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മൾ ട്രെയിൻ വരും എന്ന് പറയുന്നുണ്ട്. ഈ കിടക്കുന്നത് ദിബ്രുഗഡ് എക്സ്പ്രസിൻ്റെ റേക്കാണ്. അവിടെ സെപ്റ്റിക് ടാങ്കിൻ്റെ പുറത്താണ് വൃത്തികേട് മുഴുവൻ കിടക്കുന്നത്. കാരണം സെപ്റ്റിക് ടാങ്കിൻ്റെ കണക്ഷൻ പൊട്ടി കിടക്കുകയാണ്. വെറുതെ അല്ലേ ട്രെയിനൊരു ഇത്ര നാറ്റം. അങ്ങനെ ഫൈനലി നാഗർകോവിൽ കൊച്ചുവേളി സ്പെഷ്യൽ കയറി വരുന്നുണ്ട്. അത് വണ്ടി നല്ല ഓൾമോസ്റ്റ് 1 മണിക്കൂറോളം ലേറ്റാണ്. ഈ ഹെവി ഡിലേക്ക് കാരണം അലമ്പ് കൺട്രോളിങ് മാത്രമാണ്. കാര്യം ഇത് പാറശാലയിൽ 20 മിനിറ്റ് അങ്ങോട്ട് ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ ലേറ്റായാണ് ഇത്രയും വൈകിയിരിക്കുന്നത്.
ഇത് നോക്കി അറിയാം. വണ്ടി ഇതാ നാഗർകോവിലിന് കറക്റ്റ് ടൈമിന് വിട്ട വണ്ടി പാറശാലയിൽ 23 മിനിറ്റ് ലേറ്റ് ആയിട്ട് വന്നു. 42 മിനിറ്റ് ലേറ്റ് ആക്കി അവിടെ. 47 മിനിറ്റ് 47 മിനിറ്റ് ലേറ്റാണ്. ഏകദേശം 1 മണിക്കൂറിനടുത്ത് ലേറ്റായിട്ട് വണ്ടി വരുന്നത്. പ്യുവർലി കൺട്രോളിങ്ങിൻ്റെ കുഴപ്പം മാത്രമാണിത്. കാര്യം പാറശാല ക്രോസ് ചെയ്യാൻ വേണ്ടി പിടിച്ചിട്ടതാണ്. യാത്രക്കാരുടെ സമയത്തിന് ഒരു വിലയില്ലാത്തൊരു ഡിവിഷനാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. വാപ്പ് 1-22038 ഈ റോഡിൻ്റെ അതാണ് ഇന്നത്തെ നാഗർകോവിൽ കൊച്ചുവേളി പാസഞ്ചർ സ്പെഷ്യലിൻ്റെ ലോക്കോ. ഇതേ ലോക്കോ ആണ് കൊച്ചുവേളി നിലമ്പൂരിന് വർക്ക് ചെയ്യുക. കൊച്ചുവേളിയിൽ നിന്ന് ഷൊർണൂർ വരെ. ഷൊർണൂരിൽ നിന്ന് പിന്നെ നമ്മൾ ഡീസലാണല്ലോ. എൻ്റെ ടിക്കറ്റ് B1-ലാണ്. അപ്പോൾ അതിനെ തൊട്ടടുത്തുള്ള കോച്ചിൽ കയറാമെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്നത് കോച്ച് പൊസിഷൻ പ്രകാരം. പക്ഷേ കോച്ച് പൊസിഷൻ പ്രകാരം അല്ല വണ്ടി വന്നത്. നമുക്ക് B1-ൻ്റെ തൊട്ടടുത്തുള്ള കോച്ചിൽ പോയിരിക്കാം. അതാകുമ്പോൾ കൊച്ചുവേളി എത്തുമ്പോൾ നമുക്ക് ജസ്റ്റ് സ്വിച്ച് ചെയ്താൽ മാത്രം മതി. ഈ കോച്ചിലോട്ടം കയറി ഇരിക്കാം. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ഒരു വിൻഡോ സീറ്റും പിടിച്ചിരുന്നു. അവിടെ എത്തിയിട്ട് നമ്മുടെ കോച്ചിലോട്ട് പോകും. ഇതിനു മുമ്പ് ഒരു ട്രെയിനിൽ കണ്ടായിരുന്നു. ഈ 3 പിൻ സോക്കറ്റിൻ്റെ ഒരു മറ്റേ എർത്തിനകത്ത് അവർ എന്തെങ്കിലും കുത്തി കയറ്റിയിട്ട് 2 പിന്നകത്തുന്നത്. ഇത് ആൾക്കാർ വില്ല അപ്ലയൻസസ് ഫിറ്റ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്തായാലും 3 പിൻ സോക്കറ്റിൽ മൊബൈൽ ചാർജസ് ഉപയോഗിക്കാൻ ഭയങ്കര പാടാകുന്നുണ്ട്. അടിപൊളി. മീൻവെൽ അപ്പുറത്തുനിന്ന് അമൃത എക്സ്പ്രസ്സിനെ വിട്ടു. ആദ്യം അമൃത എക്സ്പ്രസ് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 4-ൽ നിന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അമൃത എക്സ്പ്രസ് അപ്പോൾ എന്തായാലും പോയിട്ട് നമ്മൾ പോയി. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെട്ടു. സമയം ഇപ്പോൾ 8:54. 7:58 പോകേണ്ട വണ്ടിയായിരുന്നു. 56 മിനിറ്റ് ലേറ്റായിട്ട് പുറപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. ആ കിടക്കുന്ന നേത്രാവതി എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. അതെ, ഇന്നത്തെ നേത്രാവതി എക്സ്പ്രസ് ആണത്. അത് ഇന്നത്തേണ്ടതായിരുന്നു ഇന്നലെ തണ്ടവരേണ്ടിയായിരുന്നു അറിയില്ല കേട്ടോ. അതിൽ ഇന്ന് വന്ന് കിടക്കുന്നുണ്ട്. പേട്ട സ്റ്റേഷൻ. ഇവിടെ നമുക്ക് സ്റ്റോപ്പില്ല. നമ്മൾ ജസ്റ്റ് കൊച്ചുവേളി സ്റ്റേഷനിലോട്ട് എത്തി. ഒട്ടും വിളിച്ചല്ലോടെ. കൊച്ചുവേളിയുടെ പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്കാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത്. എനിക്കൊന്ന് ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ ഉടനെ അങ്ങ് ട്രിപ്പ് എടുത്തങ്ങ് പോകും. കാര്യം ഇപ്പം തന്നെ മണി 9:04. ഇവിടുന്ന് 9 മണിക്കായിരുന്നു പുറപ്പെടേണ്ടത്. കയറാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഓഫ്കോഴ്സ് ഈ ട്രെയിനിൻ്റെ ശരിക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇതാണല്ലോ. ജനറലിലോട്ട് കയറാനുള്ള തിരക്ക് ക്യാമറയിലൊന്നും പതിയുന്നുണ്ടാവില്ല. കാരണം നമ്മുടെ കൊച്ചി 066108
ഇങ്ങനെ അറ്റത്തെ വാതിൽ മാത്രമേ തുറന്നിട്ടുള്ളൂ. ആൾക്കാരൊക്കെ ഇതിനകത്ത് കയറി കിടപ്പായിരുന്നു. ഇതിനകത്തോട്ട് കയറാം. 54 എൻ്റെ ബർത്ത്. കയറിയേക്കാം. 54 ആണ് നമ്മുടെ. ഇതാണ് എൻ്റെ ബർത്ത്. 9:11 പുറപ്പെട്ടു. ഇവിടുന്ന് പുറപ്പെടുന്നതോടുകൂടി ഞാൻ കിടക്കാൻ പോവാണ്. ഞാനിതെൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. ഷൊർണൂരത്ത് മോണൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ലോക്കോ ചേഞ്ച് ക്യാപ്ചർ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇനി അങ്ങാടിപ്പുറത്തേക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഫോക്സ്. അപ്പോൾ നേരം എടുത്തു. നമ്മൾ ചെറുകരയിലെത്തി. ചെറുകര സ്റ്റേഷനിലാണിപ്പം. അതായത് വണ്ടി കൊച്ചുവേളി വിട്ടത് ഞാൻ മുകളിൽ കയറി കിടന്നു. വർക്കിലേക്ക് ആകുമ്പോഴേക്കും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. പിന്നെ കുറച്ച് നേരത്തെ ആയത് വണ്ടി ഏകദേശം വല്ലപ്പുഴ വിട്ടാറായപ്പോഴാണ് ഞാൻ ഉണർന്നത്. ചെറുകരയിലെത്തി. ഫ്ലാറ്റ് വീലുണ്ട്. ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ തിരിച്ച് അങ്ങാടിപ്പുറത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ യാത്ര തുടങ്ങിയത് ഇവിടെ തന്നെയായിരുന്നു. യാത്ര അവസാനിപ്പിക്കുന്നതും ഇവിടെ തന്നെയാണ്. ഇതൊരു അങ്ങാടിപ്പുറം റൗണ്ട് ട്രിപ്പായിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. അപ്പോൾ സമയം 4:36 നമ്മൾ അങ്ങാടിപ്പുറത്തേക്ക് എത്തി. ഏകദേശം ഒരു 13 മിനിറ്റ് ലേറ്റ്. അതൊന്നും ഒരു ലേറ്റ് അല്ല, 13 മിനിറ്റ് ആയിരുന്നു ഡിലേ. അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് ഇവിടുന്ന് പതുക്കെ പുറത്തോട്ടിറങ്ങി നടക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വിട്ടിട്ട് അങ്ങാടിപ്പുറത്ത് നിന്ന് രാജറാണി എക്സ്പ്രസ് പുറപ്പെട്ട് പോയി. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ സീരീസിലത്തെ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നതിനാണെന്നും വിചാരിക്കുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ. അതുവരേക്കും ബൈ.